ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സൗഹൃദങ്ങൾ കുട്ടികൾ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗമാണ് സൗഹൃദങ്ങൾ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് പരസ്പരം സഹായിക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുമെല്ലാം സൗഹൃദങ്ങൾ സഹായിക്കാറുണ്ട്. ബാല്യകൗമാരങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കൂട്ടുകാർ ജീവിതത്തിലുടനീളം സ്വാധീനിക്കാറുമുണ്ട്. ഒരു ദിവസം കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമെന്ന് തോന്നാറുമുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നേരിട്ട് കാണുന്നതിനേക്കാൾ സുഹൃത്തുക്കൾ സമൂഹ മാധ്യമങ്ങൾ വഴി സംവദിക്കുന്നുണ്ട്. അടുത്തു കാണുന്ന 10 സുഹൃത്തുക്കളാണോ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന 1000 കൂട്ടുകാരാണോ വലുത് എന്നതും ചർച്ചാ വിഷയമാണ്. ചില സൗഹൃദങ്ങളെങ്കിലും പരിധി വിടുകയോ അനാവശ്യമാകുകയോ ചെയ്യുന്ന സംഭവങ്ങളും ഇന്ന് കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യകരമായ സൗഹൃദങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോഴും രക്ഷാകർത്താക്കൾ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യവുമാണ്. കുഞ്ഞുങ്ങൾ പ്രീ പ്രൈമറി ക്ലാസുകളിലും പ്രൈമറി ക്ലാസുകളിലും അതിരുകളില്ലാതെ ആൺപെൺ വ്യത്യാസമില്ലാതെ പൊതുവെ ഇടപഴകാറുണ്ട്. എന്നാൽ ചില കുട്ടികൾ ആരോടും മിണ്ടാതെ പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരും കാണുന്നുണ്ട്. കുട്ടികൾ എല്ലാവരോടും ഇടപഴകേണ്ടതും ഒരുമിച്ച് കളിച്ച് വളരേണ്ടവരുമാണ്. അവരുടെ മാനസിക വളർച്ചയ്ക്കും ബുദ്ധിപരമായ വികാസത്തിനും സാമൂഹ്യപരമായ അറിവിനും പരസ്പരം ഇടപഴകുന്നതിനുമെല്ലാം സൗഹൃദങ്ങൾ അനിവാര്യമാണ്. പരസ്പര സഹായത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ബാലപാഠങ്ങളാണ് അത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും സമഗ്ര ശിക്ഷ കേരളം പത്തനംതിട്ട ജില്ലാ കോഓർഡിനേറ്ററുമായ ശ്രീ റെനി ആന്റണി. ജീവിതത്തിൽ നമുക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ബന്ധങ്ങളാണ് സൗഹൃദങ്ങൾ. ബാല്യത്തിലും കൗമാരത്തിലും നമുക്ക് ലഭിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ഒട്ടേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്കണ്ഠ, വിഷാദം പോലെയുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സൗഹൃദങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നല്ല സൗഹൃദങ്ങൾക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപവൽക്കരണത്തിലും സാമൂഹികവൽക്കരണത്തിലും സോഷ്യലൈസേഷനിലും ഗുണപരമായി സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആത്മാഭിമാനം വളർത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നു. നിരുപാധികമായ സ്നേഹത്തിന്റെ, കരുതലിന്റെ, പങ്കുവയ്ക്കലിന്റെ അതിമനോഹരമായ പാഠങ്ങളാണ് സൗഹൃദങ്ങൾ പകർന്നു തരുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ അവരുടെ സൗഹൃദങ്ങളുടെ ഒക്കെ രീതിശാസ്ത്രങ്ങൾ മാറിയിട്ടുണ്ട്. ജാതി മത രാഷ്ട്രീയ വേർതിരിവുകളൊന്നും അവരുടെ സൗഹൃദത്തെയോ പ്രണയത്തെയോ ബാധിക്കുന്നില്ല. മുൻ തലമുറകളെ പോലെ കാൽപ്പനികത വെച്ചു പുലർത്തുന്നവരല്ല നമ്മുടെ ന്യൂജൻ കുട്ടികൾ. അവരുടെ സൗഹൃദ ബന്ധങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, പ്രണയത്തിലൊന്നും ഇങ്ങനെ കാൽപ്പനികമായിട്ടുള്ള ഒരു അംശം തീരെയില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് അവർ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒട്ടേറെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ട്. പുതിയ കാലത്ത് ഓൺലൈൻ സൗഹൃദങ്ങളിലെ ചതിക്കുഴികളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ശരിയായ ധാരണ ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. വ്യാജ പ്രൊഫൈലുകളിലൂടെയാണ് ഇത്തരം ബന്ധങ്ങളെല്ലാം തുടങ്ങുന്നത് എന്നതും വളരെ ജാഗ്രതയോടെ തിരിച്ചറിയേണ്ടതുണ്ട്. ചില സൗഹൃദങ്ങൾ വളരെ ടോക്സിക് ആയി മാറുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്ന് വഴിമാറി നടക്കാനുള്ള കരുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതാണ്. അനാരോഗ്യകരമായ ചില പ്രവണതകളും കൗമാര സൗഹൃദങ്ങളിലൂടെ വളർന്നു വരുന്നുണ്ട്. അത് നമ്മളെ ഒട്ടേറെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈ സൗഹൃദ വഴികളിലെ ചതിക്കുഴികൾ നമ്മുടെ കുട്ടികൾ കാണാതെ പോകരുത്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് വില്യം ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിൽ സീസർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, എ ടു ബ്രൂട്ടസ്, അതെ നീയാണോ ബ്രൂട്ടസ്? നീയാണോ എന്റെ സുഹൃത്ത്? നീയാണോ എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് എന്നുള്ള ഒരു ചോദ്യം കുട്ടികൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ ഇത്തരം ഒരു രംഗം എന്റെ ഓർമ്മയിലേക്ക് എത്തുന്നു. പിതൃത്വം ചോദ്യം ചെയ്യപ്പെട്ട് അപമാനിതനായി ശിരസ് കുനിച്ചു നിന്ന കർണനെ തന്റെ രാജ്യത്തിന്റെ അധികാരം നൽകിക്കൊണ്ട് ദുര്യോധനൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോഴാണ് കർണൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിനൊക്കെ പകരമായി ഞാൻ എന്താണ് തരേണ്ടത്? അപ്പൊ ദുര്യോധനൻ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, ആജന്മ സൗഹൃദം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ ക്ലാസിക്കുകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ
പോകുമ്പോഴാണ് സൗഹൃദത്തിന്റെ വിവിധ തലങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ പെരിഫറലായ ഒട്ടേറെ ബന്ധങ്ങളിൽ നമ്മുടെ കുട്ടികൾ ചെന്ന് ചാടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പെട്ടെന്ന് തകർന്നു പോകുന്ന വളരെ ടോക്സിക് ആയ ചില റിലേഷൻഷിപ്പുകൾ കൗമാരകാലത്തെ കുട്ടികളെ ഒട്ടേറെ അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് പോകുന്നുണ്ട്. മദ്യം, മയക്കുമരുന്ന്, മോശപ്പെട്ട പ്രവണതകളൊക്കെ ഇങ്ങനെയാണ് കടന്നുകൂടുന്നത്. നല്ല സൗഹൃദങ്ങൾ എങ്ങനെ വളർത്തി എടുക്കാമെന്നത് നമുക്ക് ക്ലാസ് മുറിയിലൂടെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. കുട്ടികളുടെ കൗമാരകാലത്തെ ഹോർമോൺ വ്യതിയാനങ്ങളും മാനസികാരോഗ്യവും അവരുടെ കുടുംബ ബന്ധങ്ങളും ഒക്കെ സൗഹൃദ ബന്ധങ്ങളിലേക്കുള്ള അവരുടെ വഴികൾ തുറന്നിടുകയാണ്. എന്നും ഒരു സുഹൃത്തായിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മാനുഷികമായ ഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൽ നല്ല രീതിയിലും മോശം രീതിയിലും സ്വാധീനം ചെലുത്താൻ സുഹൃത്തുക്കൾക്ക് കഴിയാറുണ്ട്. കുട്ടികളിൽ സമപ്രായക്കാരുടെ ഇടയിൽ പരസ്പരം അനുകരിക്കാനുള്ള പ്രവണത ധാരാളമായി കാണാറുണ്ട്. അത് പഠന പ്രവർത്തനങ്ങളായാലും പാഠ്യേതര പ്രവർത്തനങ്ങളായാലും ഇതുവഴി നല്ലതും മോശവുമായ ശീലങ്ങളും ഉണ്ടായേക്കാം. ഒരു നേരം പോക്കിന് തമാശയായി തുടങ്ങുന്ന പല ശീലങ്ങളും പിന്നീട് ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റാൻ കഴിയാതെ വരികയും ഒരു പ്രത്യേക ലോകത്തേക്ക് കുട്ടികൾ വീഴുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. വീട്ടിലെ സാഹചര്യങ്ങളും പ്രധാനമാണ്. കുട്ടികളുടെ പ്രഥമ വിദ്യാലയം എന്നത് വീടാണല്ലോ. അതിനാൽ വീടുകളിൽ കുട്ടികളോടുള്ള പെരുമാറ്റം, അവർ കാണുന്ന തരത്തിലുള്ള ഇടപെടൽ, സംഭാഷണം, വീട്ടുകാർ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത്, വീട്ടുകാരുടെ ശീലങ്ങൾ എല്ലാം കുട്ടികളെയും വളരെയേറെ സ്വാധീനിക്കാറുണ്ട്. കുട്ടികൾ വീടുകളിലുള്ളപ്പോൾ കൂട്ടുകാരുമൊത്ത് മുകളിലത്തെ നിലയിൽ ഇരുന്ന് ചിലരെങ്കിലും മദ്യപിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. വളരെ ചെറിയ കുട്ടികളല്ലേ എന്നതാകും തോന്നൽ. എന്നാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിൽ വേരൂന്നുന്നു എന്ന കാര്യം പലപ്പോഴും വിസ്മരിക്കാറുണ്ട്. സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മുൻ ഹയർ സെക്കൻഡറി അധ്യാപികയുമായ ഡോക്ടർ സിന്ധു ബി.കെ. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ കുടുംബത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം അവരുടെ സൗഹൃദങ്ങളാണ്. കുട്ടികളുടെ മനസ്സ് വളരുന്ന ഘട്ടത്തിലാണ്. ഈ സമയത്ത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരം, പ്രത്യേകിച്ച് സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം, അവരുടെ സ്വഭാവത്തെയും ആത്മവിശ്വാസത്തെയും നിർണ്ണയിക്കാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, കുട്ടികൾക്ക് സൗഹൃദം ഒരു ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റം ആണ്. അവർക്ക് സന്തോഷമുള്ളപ്പോൾ പങ്കിടാൻ, വിഷമമുള്ളപ്പോൾ ആശ്വസിക്കാൻ ഒരാൾ ഉണ്ടാകണം. അത് വളരെ സ്വാഭാവികവും ആരോഗ്യകരവുമാണ്. പക്ഷേ പ്രശ്നം തുടങ്ങുന്നത് ഈ സപ്പോർട്ട് സിസ്റ്റം ഇമോഷണൽ ഡിപ്പെൻഡൻസി, മനോവൈകാരിക ആശ്രിതത്വം ആയി മാറുമ്പോഴാണ്. ഒരു കുട്ടി തന്റെ സന്തോഷവും ദുഃഖവും ഒരൊറ്റ സുഹൃത്തിനോട് മാത്രം ബന്ധിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവരിൽ ആശ്രിതനായി മാറുന്നു. അതിനുശേഷം ആ ബന്ധത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നാലും കുട്ടിയുടെ മാനസിക സമത്വം, ഇമോഷണൽ സ്റ്റെബിലിറ്റി തകരാൻ സാധ്യതയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഈ പ്രശ്നത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഒരു മെസ്സേജ് വൈകിയാൽ വിഷമം, ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ നിരാശ, മറ്റൊരാൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുമ്പോൾ അസൂയ. ഇതെല്ലാം ഒരു ചെറിയ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഞാൻ പല കുട്ടികളിലും കാണുന്ന പൊതുവായ കാര്യമാണ് വാലിഡേഷൻ തേടുന്ന മനസ്സ്. എനിക്ക് വിലയുണ്ടോ? ആർക്കെങ്കിലും ഞാൻ പ്രധാനമാണോ? ഇത് അവർ സുഹൃത്തുക്കളിൽ നിന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതിനാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമതായി, ഹെൽത്തി ബൗണ്ടറീസ്. എല്ലാ സൗഹൃദത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി മാനിക്കുമ്പോഴാണ് ബന്ധം ആരോഗ്യകരമാകുന്നത്. രണ്ടാമതായി, സെൽഫ് വർത്ത്. എന്റെ വില മറ്റൊരാൾ നിശ്ചയിക്കുന്നതല്ല എന്ന ബോധം കുട്ടികൾക്ക് ഉണ്ടാകണം. മൂന്നാമതായി, ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. സുഹൃത്തുക്കൾ ആവശ്യമുണ്ട്, പക്ഷേ നമ്മൾ നമ്മളായിരിക്കാൻ കഴിയണം. നാലാമതായി, ഡിജിറ്റൽ അവയർനെസ്. ഓൺലൈൻ സൗഹൃദങ്ങൾ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല. വ്യക്തിപരമായ വിവരങ്ങൾ പങ്കിടുന്നതിൽ ജാഗ്രത വേണം. ഇവിടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് അത്യന്തം നിർണായകമാണ്. കുട്ടികളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ ഇടം നൽകുക. അവർ പറയുന്നത് കേൾക്കുക, വിലയിരുത്താതെ മനസ്സിലാക്കുക. അതാണ് ഏറ്റവും വലിയ പിന്തുണ.
ആൺ പെൺ സൗഹൃദങ്ങൾ ഇന്ന് വളരെ സാധാരണമാണ്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ അല്ലെങ്കിൽ മറിച്ചും ഒരു സങ്കോചമോ ഹൃദയമിടിപ്പ് കൂടുന്നതോ ആയ കൗമാരങ്ങൾ ഇന്ന് സ്വപ്നത്തിൽ പോലും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. വാർത്താവിനിമയ സംവിധാനങ്ങളും സമൂഹ മാധ്യമങ്ങളും സാഹചര്യത്തെ മാറ്റിയിരിക്കുന്നു. ചില സ്കൂളുകളിലെങ്കിലും ആൺ പെൺ സൗഹൃദങ്ങൾക്ക് സംസാരത്തിനും വിലക്കുകൾ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കൗമാരത്തിൽ പ്രണയം എന്നത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യാനും രക്ഷാകർത്താക്കൾ അറിയേണ്ടതാണ്. സൗഹൃദങ്ങൾ പ്രധാനപ്പെട്ടതാണെങ്കിലും അവർ കുടുംബവുമൊത്തും കുടുംബത്തിലുള്ളവർ കുട്ടികളോടും സമയം ചെലവഴിക്കുക എന്നതും പ്രധാനമാണ്. സുഹൃത്തുക്കളാണെന്ന യാഥാർത്ഥ്യം കുട്ടികൾക്കുണ്ടാകണം. ഒരാൾ മറ്റെല്ലാവരുടെയും സുഹൃത്താണ് എന്നത് കൗമാരക്കാരും ഓർക്കേണ്ടതാണ്. ഒരു സുഹൃത്ത് തന്നോട് മാത്രമേ സംസാരിക്കാവൂ എന്നോ ഇടപഴകാവൂ എന്നോ ഒക്കെ ശഠിക്കുന്നത് പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. ചില സുഹൃത്തുക്കളോടുള്ള അമിത ആശ്രയത്വം അനാരോഗ്യകരമാണ്. ഇത്തരം കാര്യങ്ങളിൽ ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് അധ്യാപകർക്കാണ്, പിന്നെ രക്ഷാകർത്താക്കൾക്കും. ശരിയായ മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ് ക്ലാസുകൾ ഈ ഘട്ടത്തിൽ കൗമാരക്കാർക്ക് ആവശ്യമാണ്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ബി ബാലചന്ദ്രൻ. സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ചില അതിരുകൾ വയ്ക്കേണ്ടതുണ്ട്. എല്ലാം നമ്മളെ ചങ്ക് ബ്രോകളാകണമെന്നില്ല. എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരെയും സുഹൃത്തുക്കളാക്കാം. പക്ഷേ അതിനൊരു ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും സംഭവിക്കും. മനുഷ്യൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തും. ചിലപ്പോൾ പാളിപ്പോവും. എത്രയായാലും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ പോലെ പെട്ടുപോകും. പക്ഷെ കുട്ടികളില് ഈ കൗമാരപ്രായത്തിലൊക്കെ കൂട്ടിന്റെ പേരിൽ ഒരുപാട് സാഹസികങ്ങളും വഴിതെറ്റലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിലൊക്കെ ഒരു ചെക്ക് പോയിന്റ് രക്ഷാകർത്താക്കളോ സമൂഹമോ ഒക്കെ വയ്ക്കണം. അത് സ്നേഹത്തോടെ ശത്രുതയോടെ അല്ലാതെ അതൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അവര് കുതറും ആ പ്രായത്തിൽ. പക്ഷെ എങ്കിലും ഒരു ചെറിയ ഇടയിട്ട് പെരുമാറാനുള്ള വിവേകം ചെറുതിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചില സമയങ്ങളിൽ ആ കൂട്ടായ്മയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയും വേണ്ടതുണ്ട്. അതുമാത്രമേ ഉള്ളൂ സൗഹൃദത്തിൽ സൂക്ഷിക്കാൻ. അത് എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. അവനുമായിട്ട് ചേർന്ന് ഇവൻ ചീത്തയായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവനും അവനുമൊക്കെ ആ അർത്ഥത്തിൽ ചീത്തയായിരിക്കും, ഇവനും അവനുമൊക്കെ നല്ലതുമായിരിക്കും. ഇത്തരം ഒരു വിവേകം കുടുംബത്തിലും സ്കൂളുകളിലും ഒക്കെ നടക്കേണ്ട ചർച്ചയിലൂടെ പരിപാകപ്പെടേണ്ടതാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ കൂട്ടുകാര് ജാതി, മതം, ജീവിത നിലവാരം ഇതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരുന്നതെന്ന്. എൻ്റെ അധ്യാപകന്റെ വാക്ക് എന്നെ ഉലച്ചു കളഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ആരും ജാതിയോ മതമോ ധനസ്ഥിതിയോ പരിഗണിച്ച് വന്നവരേയല്ല. വളരെ യാദൃച്ഛികമായിട്ട് പലതും സംഭവിച്ചു. ഒറ്റ ദിവസം കൊണ്ട് നല്ല അടുപ്പം സംഭവിച്ച കൂട്ടുകാരുണ്ട്. ഫിലിം ഫെസ്റ്റിവലിൽ ക്യൂവിൽ നിൽക്കുന്നു, അടുത്ത ബന്ധമാകുന്നു, എന്നും കാണുന്നില്ല. ജിജു ആന്റണി, ഏലി ഏലിലാമ സബാത്തനി എന്ന് പറയുന്ന ഹിന്ദി മറാഠി സിനിമ എടുത്ത തൃശ്ശൂരിൽ താമസിക്കുന്ന ജിജു ആന്റണി. ഇങ്ങനെ യാദൃച്ഛികമായിട്ട് വന്നുകൂടിയ ആളുകളുണ്ട്. സ്കൂളിൽ പരിപാടിക്ക് പോയപ്പോ അന്ന് കണ്ട് പരിചയപ്പെട്ട കുട്ടികളുണ്ട്, നല്ല കൂട്ടുകാരായി. സ്കൂളിൽ പഠിപ്പിച്ചപ്പോ ക്ലാസ്സിൽ ഇരുന്ന മക്കളുണ്ട്. ഇപ്പോഴും അവരുമായി സൗഹൃദം തുടരുന്നു. അവരെന്നെ സാറെന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് സാറല്ല. ചെറിയ തോതിൽ സൗഹൃദത്തിന്റെ കലങ്ങലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ഛനെ ആക്ഷേപിച്ചെന്ന ആരോപണം അധ്യാപകൻ ഉയർത്തിയപ്പോൾ എന്നെ മനസ്സിലാക്കിയ എൻ്റെ ആത്മസുഹൃത്ത് ബദറുദ്ദീൻ എന്നെ ചേർത്ത് പിടിച്ച സംഭവമുണ്ട്. എങ്ങനെയാണ് ബദറുദ്ദീനെ മറക്കാൻ പറ്റുക? ഇങ്ങനെയുള്ള ഒന്നാന്തരം കൂട്ടിന്റെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സൗഹൃദങ്ങൾ അത് ഒരു പ്രത്യേക അനുഭവമാണ്. മുതിർന്നവർ SSLC കൂട്ടായ്മകൾ ധാരാളമായി ഒത്തുകൂടുന്ന കാലം കൂടിയാണ് ഇന്ന്. സൗഹൃദത്തിന്റെ അനുഭവങ്ങൾ ആത്മാർത്ഥമായിരിക്കട്ടെ. അതിനെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ രക്ഷാകർത്താക്കളും അധ്യാപകരും മുൻകൈയെടുക്കേണ്ടതാണ്. ലോകത്തിൽ സൗഹൃദത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി ലോക സൗഹൃദ ദിനവും നമ്മൾ ആഘോഷിക്കാറുണ്ട്. ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതും. സൗഹൃദങ്ങൾ സന്തോഷമാണ്, അനുഭവമാണ്, പരസ്പരം സഹായമാണ്. എന്നാൽ ജാഗ്രതയും ആവശ്യമാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര.
വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.